ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. യൂട്യൂബിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ വാത്സല്യ ഭാചനങ്ങളായ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഒരു കുടുംബത്തിൻ്റെ അനുഭവം ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പേര് എൽസ. ഞങ്ങൾ കൊച്ചി രൂപത കാട്ടിപ്പുറം ഇടവകയിൽ നിന്നാണ് വരുന്നത്. കാട്ടിപ്പുറം കൊച്ചി അവിടെ നിന്നാണ് വരുന്നത്. എൻ്റെ മകന് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. മകന് 3.5 വയസ്സാണ്. കഴിഞ്ഞ ഡിസംബറിൽ അവന് തുടർച്ചയായിട്ട് പനി വരികയും ടെസ്റ്റ് ചെയ്തപ്പോൾ ബ്ലഡ് ക്യാൻസർ ആണെന്ന്. യേശുവേ, ടെസ്റ്റ് ചെയ്തപ്പോൾ ബ്ലഡ് ക്യാൻസർ ആണ് കുട്ടിക്ക് എന്ന് ഡോക്ടർമാർ വെളിപ്പെടുത്തി. ഞങ്ങൾ അറിഞ്ഞ ആ നിമിഷം മുതൽ കണ്ണുനീരോടെ, ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ ഇടവകയിലെ വികാരിയച്ഛനും അറിയാവുന്ന എല്ലാ സിസ്റ്റേഴ്സും, വികാരിയച്ഛനും സിസ്റ്റർമാരും അറിയാവുന്ന എല്ലാവരും കണ്ണുനീരിട്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ച്. രോഗികളുടെ നാഥൻ പുസ്തകം ഞങ്ങൾ എല്ലാ ദിവസവും അത് വെച്ച് പ്രാർത്ഥിക്കുകയും മോൻ കിടക്കുമ്പോൾ തലേണയുടെ അടിയിൽ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. അഭിഷേകാഗ്നി ഞങ്ങൾ ഹോസ്പിറ്റലിലായിരിക്കുമ്പോഴും തുടർച്ചയായിട്ട് ഞങ്ങൾ ഈ 10 മാസവും അഭിഷേകാഗ്നി തുടർച്ചയായിട്ട് കണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഓഗസ്റ്റ് മാസം ഞങ്ങളുടെ ഇടവകയിലെ എൽ ഷദായ് കൺവെൻഷൻ നടക്കുകയുണ്ടായി. അട്ടപ്പാടിയിൽ നിന്നുള്ള എൽ ഷദായ് ബൈബിൾ കൺവെൻഷൻ ഇവരുടെ ഇടയിൽ വെച്ച് നടന്നപ്പോൾ അതിലും കൂടി ഇവർ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു. സാജു അച്ഛൻ ആരാധനയുടെ സമയത്ത് 4 പേരുടെ ക്യാൻസർ അസുഖം മാറ്റിയതായിട്ട് പറഞ്ഞു. അത് ഒരെണ്ണം സാവിയോടെ ആണെന്ന് ഞങ്ങൾ വിശ്വസിച്ച് നന്ദി പറഞ്ഞു വിശ്വസിച്ച് ഒരെണ്ണം ക്ലെയിം ചെയ്ത് വിശ്വസിച്ച് ഇവരങ്ങൾ ഏറ്റെടുത്തു. അതിന്റെ ഫലമായിട്ട് സെപ്റ്റംബറിൽ നടന്ന ബോൺമാരോ ടെസ്റ്റിൽ മോന്റെ അസുഖം പൂർണ്ണമായിട്ട് മാറിയതായിട്ട്. ബോൺമാരോ ടെസ്റ്റ് നടത്തി നോക്കിയപ്പോൾ രോഗം അപ്രത്യക്ഷമായിരിക്കുന്നു. രോഗം ഇല്ല എന്ന് മെഡിക്കൽ സയൻസ് വിധി എഴുതി. 5 ലക്ഷം രൂപയാണ് ഞങ്ങൾക്ക് ചികിത്സാ ചെലവിന് വേണ്ടി പറഞ്ഞത്. 6 ലക്ഷം രൂപ 2 ദിവസം കൊണ്ട് അക്കൗണ്ടിൽ വന്ന് ഇടവകയിലെ അച്ഛനും സിസ്റ്റേഴ്സും കൂടി ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയും 2 ദിവസം കൊണ്ട് 6 ലക്ഷം രൂപ ഞങ്ങൾക്ക് ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പൈസയും തന്ന് ഈശോ അനുഗ്രഹിച്ചു. യേശുവേ, അത്ഭുതകരമായി ഇവരെ ഈശോ ഓരോ ആവശ്യങ്ങളിലും സഹായിച്ചു. കൈകൾ ഉയർത്തി ശക്തിയോടെ കൈയടിച്ച് കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശു ജീവിക്കുന്നു. ഉണർവോടെ കൈ ഉയർത്തി കൈയടിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശു ജീവിക്കുന്നു. യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധാത്മാവിനെ ആരാധിച്ച് ദൈവവചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പരിശുദ്ധരേ, അമർത്യരേ, പരിപാവനരേ, സർവശക്തരേ, പരിശുദ്ധരേ, അമർത്യരേ, പരിപാവനരേ, സർവശക്തരേ, ദൈവത്തിൻ്റെ ചൈതന്യമേ, ദൈവം തന്നെയായവരേ, ആരാധന, ആരാധന. ദൈവത്തിൻ്റെ ചൈതന്യമേ, ദൈവം തന്നെയായവനെ, ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ, അങ്ങേക്ക് ആരാധന. വിശ്വാസത്തോടെ രൂപിയേ, അങ്ങേക്ക് ആരാധന. 2 കരങ്ങൾ ഉയർത്തി. ആത്മാവേ, അങ്ങേക്ക് ആരാധന. ഓ ഹോളി സ്പിരിറ്റ്, രൂപിയേ, അങ്ങേക്ക് ആരാധന. ആരാധിക്കുന്നു പരിശുദ്ധാത്മാവേ. ദൈവാത്മാവിൽ നിന്നും ആരാധന, ദൈവാത്മാവിൽ നിന്നും ആരാധന, ദൈവാത്മാവിൽ നിന്നും ആരാധന. താളത്തിൽ ഇടത്തോട്ടും വലത്തോട്ടും കൈകളടിച്ച് ഈ ശുശ്രൂഷ ടീമിനോട് ചേർന്ന്, മക്കളെ, നിങ്ങൾ എവിടെ ഇരുന്നാണോ വചനം കേൾക്കുന്നത് അവിടെ ഇരുന്ന് കൂട്ടായ്മയിൽ ടീമിനോട് ചേർന്ന് പാടി പാടി പ്രാർത്ഥിക്കുന്നു. എന്നിൽ നിറയുന്നവനെ, എന്നിൽ വസിക്കുന്നവനെ, എന്നെ കാക്കുന്നവനെ, ആരാധന. എന്നിൽ നിറയുന്നവനെ, എന്നിൽ വസിക്കുന്നവനെ,
കാക്കുന്നവനെ ആരാധന. എന്നിൽ ശുദ്ധിയായി ശക്തിയായി അഭിഷേകമായി വരണേ, എന്നിൽ ശുദ്ധിയായി ശക്തിയായി അഭിഷേകമായി വരണേ. ശുദ്ധത കാത്തൊരു വിശുദ്ധനാകാം കൃപയും നീ തരണേ, ശുദ്ധത കാത്തൊരു വിശുദ്ധനാകാം കൃപയും നീ തരണേ. കൈകൾ ഉയർത്തി ആത്മാവേ അങ്ങേക്ക് ആരാധന, ഹോളി സ്പിരിറ്റ് ദൈവരൂപിയേ അങ്ങേക്ക് ആരാധന, പരിശുദ്ധാത്മാവേ അങ്ങേക്ക് ആരാധന, ആരാധിക്കുന്നു. ദൈവരൂപിയേ അങ്ങേക്ക് ആരാധന, ദൈവാത്മാവിനെന്നും ആരാധന, ദൈവാത്മാവിനെന്നും ആരാധന. പരിശുദ്ധനേ അമർത്യനേ പരിശുദ്ധാത്മാവേ പരിപാവനനേ സ്തോത്രം, സർവശക്തനേ ആരാധന, പരിശുദ്ധനേ സ്തുതികളും ആരാധനകളും അർപ്പിക്കുന്നു. പരിപാവനനേ ഇപ്പോൾ സ്പർശിക്കണമേ. ദൈവത്തിന്റെ ചൈതന്യമേ, ദൈവം തന്നെയായവരെ ആരാധന 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ 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 യേശുവേ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 കർത്താവേ, അനുഗ്രഹിക്കണം കർത്താവേ. ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഓരോ മക്കളെ അവിടുന്ന് സ്പർശിക്കണമേ കർത്താവേ. കുടുംബങ്ങളെ അവിടുന്ന് സ്പർശിക്കണമേ കർത്താവേ. വിദ്യാർത്ഥിനികളോട് സ്പർശിക്കണമേ കർത്താവേ. തകർന്ന ഹൃദയങ്ങളെ സ്പർശിക്കണമേ കർത്താവേ. എല്ലാ വിധത്തിലും ഹൃദയത്തിന്റെ പ്രത്യാശ നഷ്ടപ്പെട്ട് നിരാശ കൊണ്ട് മൂടപ്പെട്ട ജീവിതങ്ങളെ ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. കസേരകളിലേക്ക് ഇരുന്ന് ദൈവവചന ശുശ്രൂഷകളിൽ നമുക്കിപ്പോൾ പങ്കുചേരാം. ഒന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ശുശ്രൂഷകളിൽ പങ്കുചേരുമ്പോൾ ഹൃദയത്തുറവിയോടെ, എത്രമാത്രം ഹൃദയത്തുറവിയോടെ പങ്കുചേരുന്നുവോ അത്രയും അനുഭവം കർത്താവ് നൽകും. എന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹൃദയഭാരങ്ങളോ സങ്കടങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം ഇപ്പോൾ യേശുവിൻ്റെ കുരിശിൻ ചുവട്ടിലേക്ക് ഇറക്കി വെച്ച് മനസ്സ് തുറന്ന് നമുക്ക് വചനം ശ്രവിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്ന വിഷയമാണ് കുടുംബ ബന്ധങ്ങളുടെ വില. കുടുംബ ബന്ധങ്ങൾക്ക് വിലയുണ്ട്. സമ്പത്തുള്ള കുടുംബമാണെങ്കിലും സമ്പത്തില്ലാത്ത കുടുംബമാണെങ്കിലും കുടുംബ ബന്ധങ്ങൾക്ക് വിലയുണ്ട്. അതിന് നാം സമയവും അതിനുള്ള പരിശ്രമവും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. നമ്മൾ ബൈബിളിൽ ആദ്യം അതിനെക്കുറിച്ച് കാണുന്നത് ജോബിൻ്റെ പുസ്തകത്തിലെ 1-ാമത്തെ അധ്യായത്തിലാണ്. ജോബിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഊസ് എന്ന ദേശത്ത് ജോബ് എന്നൊരു ദൈവഭക്തനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 7 പുത്രന്മാരും 3 പുത്രികളും ഉണ്ടായിരുന്നു. ഇവരുടെ കുടുംബത്തിൽ ഇങ്ങനെ ദൈവം എല്ലാം അനുഗ്രഹിച്ചു. ഇഷ്ടംപോലെ സമ്പത്ത്, ഇഷ്ടംപോലെ ദൈവത്തിൻ്റെ അനുഗ്രഹം. അങ്ങനെ ദൈവഭക്തനും കൃപയും നിറഞ്ഞ ജോബിൻ്റെ കുടുംബാംഗങ്ങളും മക്കളും അങ്ങനെ ആ ദേശത്ത് ശക്തി പ്രാപിക്കുകയാണ്. ജോബിൻ്റെ മക്കള് വളരെ പർട്ടിക്കുലറായി, വളരെ പ്രത്യേകമായി ശ്രദ്ധിച്ചിരുന്നൊരു കാര്യമുണ്ട്. അതാണ് 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്:
അവൻ്റെ പുത്രന്മാർ തവണ വെച്ച് നിശ്ചിത ദിവസങ്ങളിൽ തങ്ങളുടെ വീടുകളിൽ വിരുന്ന് സൽക്കാരങ്ങൾ നടത്തുകയും തങ്ങളുടെ 3 സഹോദരിമാരെയും അതിനെ ക്ഷണിക്കുകയും ചെയ്യുക പതിവായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഭവനങ്ങളിൽ കൂടപ്പിറപ്പുകളും കുടുംബ അംഗങ്ങൾ മാറി മാറി മക്കളുടെ ഓരോ കുടുംബങ്ങൾ ഒരുമിച്ച് കൂടുക. എല്ലാ കൂടപ്പിറപ്പുകളെയും വീട്ടിലേക്ക് ഒരു ദിവസം വിളിക്കുക, അവരുടെ മക്കളെയും വിളിക്കുക, കുടുംബത്തെ വിളിക്കുക, തമ്മിൽ മിണ്ടുക, കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുക, കുറച്ച് ഭക്ഷണം കഴിക്കുക, ചില കാപ്പി കുടിക്കുക, കുറച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ കുറച്ച് സമയം, കുറച്ച് മണിക്കൂറുകൾ ഇവർ തവണ വെച്ച് ഇടയ്ക്കിടയ്ക്ക് കൂടിക്കൊണ്ടിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർ കുടുംബ ബന്ധങ്ങൾക്ക് വില നൽകി, അതിന് സ്ഥാനം നൽകി, അതിനെല്ലാവരും വിളിക്കാനും ഒരുമിപ്പിച്ച് നിർത്താനും അവർ യത്നിച്ചു. ഇതിന് ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ആവശ്യമാണ്. സ്നേഹവും സ്നേഹബന്ധങ്ങളും ഇങ്ങനെ വെറുതെ അങ്ങനെ വളർന്നു വരില്ല. വി ഹാവ് ടു ട്രൈ ഫോർ ദാറ്റ്. നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കണം. ദൈവത്തിൻ്റെ വചനം ഈ കാര്യം തന്നെ നമ്മളോട് കൽപ്പിക്കുന്നില്ലേ? പത്രോസിൽ എഴുതിയ 2-ാം ലേഖനത്തിൽ 1-ാം അധ്യായം 7-ാമത്തെ തിരുലിഖിതം, ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും ക്ഷമയെ ഭക്തി കൊണ്ടും ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും സമ്പൂർണമാക്കാൻ നിങ്ങൾ ഉത്സാഹിക്കുവീൻ. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ ക്ഷമിക്കാനുള്ള കൃപയുണ്ട്. ആ കൃപ അങ്ങനെ വളർന്നു വരണമെങ്കിൽ വേറെ ചില കാര്യങ്ങൾ വേണം. വചനം പഠിപ്പിക്കുകയാണ്, ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും ക്ഷമയെ ഭക്തി കൊണ്ടും ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും സമ്പൂർണമാക്കാൻ നന്നായി യത്നിക്കുവിൻ. പരിശ്രമിക്കണം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അങ്ങനെ പരിശ്രമിക്കുന്നിടത്ത് എന്താണ് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്? ഇന്ന് ഒരുപാട് പേരുടെ പ്രശ്നം എന്താ? ദൈവം എൻ്റെ കൂടെ ഇല്ല, എനിക്ക് അനുഗ്രഹമില്ല, ഞാൻ ചെയ്തൊന്നും ഗുണം പിടിക്കുന്നില്ല, ഞാൻ ബിസിനസ് തുടങ്ങിയ പരാജയം, ജോലിക്ക് പോയാൽ പരാജയം, എങ്ങോട്ട് പോയാലും പരാജയം, ഒരു കാര്യത്തിന് ഒരു തവണ പോയിട്ട് വരേണ്ടതിന് വേണം ഒരു 100 തവണ പോയിട്ട് വന്നാലും കാര്യം നടക്കുകയില്ല. ഇതല്ലേ എല്ലാവരുടെയും സങ്കടം. എന്താ കാരണം? ദൈവം കൂടെ ഇല്ല. എന്താ ദൈവം കൂടെ ഇല്ലാതെ പോകാൻ കാരണം? ദൈവവചനത്തിലെ ചില കാര്യങ്ങൾ നാം പരിഗണിക്കുന്നില്ല. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സഹോദര സ്നേഹത്തിൽ വളർന്ന് സഹോദരന്മാർ വലിയ സ്നേഹത്തിലിരിക്കണം. ഇത് ദൈവത്തിന്റെ പദ്ധതിയല്ലേ മക്കളെ? 133-ാം സങ്കീർത്തനത്തിൽ ജീവിതത്തിന്റെ മർമ്മം അറിഞ്ഞ പരിശുദ്ധാത്മാവ് ദൈവ മക്കൾക്ക് ഒരു രഹസ്യം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അവിടെ 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്, സഹോദരർ ഏക മനസ്സായി. ഇന്ന് 10 സഹോദരങ്ങളുണ്ടെങ്കിൽ 10 ടൈപ്പാണ്. കൂടപ്പിറപ്പുകൾ തമ്മിൽ മനസ്സിന്റെ ഐക്യം നഷ്ടപ്പെടുകയാണ്. കുടുംബങ്ങൾ തകരുന്നത് ആവശ്യമാണ്. അതുകൊണ്ട് പിശാച് എങ്ങനെയെങ്കിലും കൂടപ്പിറപ്പുകൾ തമ്മിലുള്ള മനസ്സിന്റെ ഐക്യം തകർക്കും. ഇപ്പോഴത്തെ കാലത്ത് ഇതൊന്നും സാധ്യമല്ല എന്നൊരു തോന്നലും തരും. ആവശ്യമില്ലാതെ ദൈവവചന വിപരീതമായി സംസാരിക്കുകയും ചെയ്യും. ഇപ്പോഴത്തെ കാലത്തൊന്നും ഇങ്ങനെ നടക്കുകയല്ല. ഇങ്ങനെയൊക്കെ അതൊക്കെ ഓരോരുത്തരെ ഇൻഡിപെൻഡൻറ്റ് കുടുംബങ്ങളായിട്ട് പോയി അങ്ങനെയൊക്കെ പറയണത് ദൈവവചന ലംഘനത്തിന് വളം വെക്കുകയാണ്. എപ്പോഴത്തെ കാലത്ത് നടക്കുന്ന കാര്യം മാത്രമേ വചനത്തിൽ നമ്മളോട് നിർബന്ധിച്ചിട്ടുള്ളൂ. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സഹോദരങ്ങൾ ഏക മനസ്സായി ഭൂമിയിൽ വസിക്കണം. 131 വാക്യം പഠിപ്പിക്കുകയാണ്, അങ്ങനെ വസിച്ചാൽ സഹോദരങ്ങൾ ഏക മനസ്സായി വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. എന്നിട്ട് 3-ാമത്തെ വാക്യം പഠിപ്പിക്കുകയാണ്, അവിടെയാണല്ലോ കർത്താവ് തൻ്റെ അനുഗ്രഹവും അനന്തമായ ജീവനും പ്രദാനം ചെയ്യുന്നത്. കർത്താവിൻ്റെ അനുഗ്രഹം, തൻ്റെ സ്നേഹം, തൻ്റെ അനന്തമായ ജീവൻ, അനന്തമായ നന്മകൾ വർഷിക്കുന്ന സ്ഥലമാണ് ഈ സഹോദരങ്ങൾ ഏക മനസ്സായി വസിക്കുന്ന ആ ഒരു അന്തരീക്ഷം. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വത്ത് പാർട്ടീഷനെ കുറിച്ചാണ് പെട്ടെന്ന് ഭിന്നിപ്പുണ്ടാകുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ വളരെ അടുത്ത ഒരു സ്നേഹിതൻ, അദ്ദേഹം വന്ന് പറയുകയാണ്, അച്ഛാ അപ്പം മരിച്ചപ്പോൾ സ്വത്ത് പാർട്ടീഷൻ ചെയ്യാൻ പറ്റിയില്ല. ഞാനും ഉണ്ട്, എൻ്റെ അനിയനുണ്ട്, അനിയന്മാർ അങ്ങനെ കുറച്ച് പേരുണ്ട്. അപ്പം ഇദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ ഇങ്ങനെയാണ് തീരുമാനം എടുത്തിരിക്കുന്നത്,
ആവശ്യമുള്ളവർ ആദ്യം ഏറ്റവും നല്ല ഭാഗം എടുക്കട്ടെ. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടംപോലെ സമ്പത്തുള്ളത് കൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇവർ അടുത്ത ആൾ ഏറ്റവും നല്ല എടുത്തോട്ടെ, ഏറ്റവും നല്ല എടുത്തോട്ടെ എന്ന് പറഞ്ഞ് അനിയന്മാർക്കൊക്കെ കൊടുക്കുക. അനിയന്മാർ പറയും അങ്ങനെയല്ല, ദേ ആ ആൾക്കാണ് പിള്ളേർ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത്, അവർക്ക് ഏറ്റവും നല്ലത് കൊടുത്തേക്കാം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായ വിധത്തിൽ ആദരിക്കുന്ന സഹോദരങ്ങൾ. സ്വത്തിനെ കുറിച്ച് കടിച്ചു കീറുന്ന ആ പിശാചിന് കുടുംബത്തിൽ പ്രവേശനമില്ല. അതുകൊണ്ട് വീണ്ടും വീണ്ടും അവർക്ക് ഉയർച്ച. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം ദൈവമക്കളെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. അതാണ് കൊളോസസ് ലേഖനം 3-14 തിരുലിഖിതം. സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ. ഇത് വീട്ടിൽ കൂടപ്പിറപ്പുകൾ തമ്മിൽ സ്നേഹം പരിശീലിക്കണം. അടുത്തയാൾക്ക് പ്രിഫറൻസ് കൊടുക്കുക, അടുത്തയാൾക്ക് നന്മ കൊടുക്കുക, അടുത്തയാൾക്ക് ഉയർച്ച കൊടുക്കുക, ഉണ്ടാകാൻ വേണ്ടി അധ്വാനിക്കുക. അങ്ങനെ ചെയ്താൽ എന്നും കുടുംബത്തിൽ നിന്ന് ദൈവം ഇറങ്ങിപ്പോകാതെ എന്നും കുടുംബത്തിൽ ദൈവം ഉണ്ടാകും. അവിടെയാണ് ദൈവം തൻ്റെ ജീവനും അനന്തമായ അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യുന്നത്. സഹോദരങ്ങൾ, സുഭാഷിതങ്ങൾ പുസ്തകം 17-ാം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ആപത്തിൽ പങ്കുചേരാൻ ജനിച്ചവനാണ് സഹോദരൻ, കൂടപ്പിറപ്പ്. ആപത്തിൽ പങ്കുചേരാൻ ജനിച്ചവനാണ് കൂടപ്പിറപ്പ്. കൂടപ്പിറപ്പുകൾക്ക് ഒരു വിലയെന്ന് കരുതരുത്. നമുക്ക് ഈ നിമിഷം എഴുന്നേറ്റ് നിന്ന് കുറച്ചു നേരം പ്രാർത്ഥിക്കാം. കുടുംബ ബന്ധങ്ങളെ നമ്മൾ നിസ്സാരവൽക്കരിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവേ, കുടുംബത്തിൽ പിശാച് കയറി ഭിന്നിപ്പുണ്ടാക്കി കൂടപ്പിറപ്പുകൾ തമ്മിൽ സ്നേഹത്തിന് പകരം ഭയങ്കര കലഹമാണ്. അങ്ങ് വന്ന് സഹായിക്കണം കർത്താവേ. രണ്ട് കരങ്ങൾ ഉയർത്തി, പരിശുദ്ധാത്മാവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്ന ഈ സമയം ഞങ്ങളുടെ കുടുംബത്തിലെ പിശാചുകളെ ഓടിച്ചു കളയണമേ. ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ അന്ധകാരങ്ങളെ ആട്ടിപ്പായിക്കണമേ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കാം. അനവധി കുടുംബങ്ങളിൽ നിന്ന് പിശാചുകൾ വിട്ടുപോവുകയാണ്. പിശാചുകളെ ബന്ധിക്കുന്ന കർത്താവേ, ഭിന്നിപ്പിന്റെ അരുവികളെ ബന്ധിക്കുന്ന കർത്താവേ, കൂടപ്പിറപ്പുകൾ വെറും വൈരാഗ്യം ഉണ്ടാകുന്ന അരുവികളെ ബന്ധിക്കുന്ന കർത്താവേ, യോജിച്ച് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥകളിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. പരിശുദ്ധാത്മാവേ, ദൈവാത്മാവിനെന്നും ആരാധന. പരിശുദ്ധനേ, അമർത്യനേ, പരിപാലകനേ, സർവശക്തനേ, പരിശുദ്ധനേ, അമർത്യനേ, പരിപാലകനേ, സർവശക്തനേ, ദൈവത്തിൻ്റെ ചൈതന്യമേ, ദൈവം തന്നെ. പരിശുദ്ധാത്മാവേ, ആരാധന. പരിശുദ്ധാത്മാവേ, ആരാധന. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം 18-ാം തിരുലിഖിതം. സഹായത്തിന് സഹോദരനുള്ളവൻ ഉറപ്പുള്ള നഗരം പോലെയാണ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah.